നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ നിങ്ങളുടെ പിന്നാലെ പോന്നു. നിങ്ങൾ എവിടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ നാട്ടിൽ വന്ന് നിങ്ങളുടെ മനയുടെ പേര് ചോദിച്ചപ്പോ നാട്ടുകാര് വഴി പറഞ്ഞു തന്നു. അതെ, തന്റെ ഈ സൂര്യമംഗലത്ത് മന ഭയങ്കര ഫേമസ് ആണല്ലോ. നിങ്ങളെല്ലാവരും ഇവിടെയല്ലേ? അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈശ്വര, ഇവരൊരു ഒഴിയാപാതയായിട്ട് പിന്നാലെ കൂടിയേക്കുവാണല്ലോ. ആരവേ, ഇത് ഹോസ്റ്റലല്ല, എന്റെ മനയാ. ഇവിടെ മുത്തശ്ശനുണ്ട്, ഓപ്പോളുണ്ട്. അവരൊക്കെ നിന്നെ കണ്ട ഞാൻ എന്ത് മറുപടി പറയും? നീ ഇവിടെ വന്നത് എന്നെ കുഴപ്പത്തിലാക്കാനാണോ? നിങ്ങൾ ആരെ ഞാൻ ഒരു കുഴപ്പത്തിലും ആക്കില്ല. ഹോസ്റ്റലിലേതുപോലെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നോളാം. ഇവിടെ ഉള്ളവരാരും എന്നെ കാണില്ല. പ്ലീസ്. എന്താ ഇവിടെ ഒരു ശബ്ദം? ഇയാള് ഇയാളെങ്ങനെ ഇവിടെ വന്നു? ഇത് നിങ്ങൾ അറിയുന്ന ആളാണോ? ഏയ്, ഞങ്ങൾക്ക് ഇവനെ അറിയത്തൊന്നുമില്ല. ഇവനാണ് നിധി ചേച്ചി കണ്ട നിഴൽ. ഇവരെ ഞങ്ങൾ ഇതിന്റെ പിടികൂടിയേക്കാ. ഇറങ്ങിപ്പോയേ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ പോലീസിലേക്ക്. വേഗം പോ. എന്തിനാ ഇയാളെ ഇറക്കി വിടുന്നത്? നമുക്ക് അറിയാത്ത ഒരാളും അകത്ത് കയറി വന്നാൽ നമ്മൾ പിന്നെ ഇറക്കി വിടണ്ടേ? നിങ്ങൾക്ക് ആർക്കും ഇവനെ അറിയില്ല എന്ന് പറഞ്ഞത് സത്യമാണോ? ഞങ്ങൾക്ക് ഇവനെ അറിയില്ല ചേട്ടാ. ഇവനെ ഞങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പ ഇറക്കി വിടുക അല്ലല്ലോ ചെയ്യേണ്ടത്. രാത്രി സമയത്ത് മനക്കുള്ളിൽ കയറിയത് ഒരു അപരിചിതനല്ലേ? നമുക്ക് ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം. നിങ്ങൾക്ക് ഇയാളെ അറിയില്ലെങ്കിലും ഇയാളെ ഞങ്ങൾക്കറിയാം. ഗൗതമിന്റെ ജീവൻ അക്രമികളുടെ കത്തിമുനയിൽ നിന്നും രക്ഷിച്ചെടുത്തത് ഇയാളാ. ഇവനോ? ഇവനാണോ ആ ഹീറോ? ഇയാളെ അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഇയാളെ അറിയാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ചോദിച്ചിട്ട് ഇയാൾ ആരാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇയാൾ ആരാണെന്നുള്ളത് പറയേണ്ടത് നിങ്ങളാ. നിങ്ങളെ കാണാനാണ് ഇയാളിവിടെ വന്നത്. താൻ എന്തിനാ ഇവിടെ വന്നത്? ഇവരുമായിട്ട് തനിക്ക് എന്താണ് ബന്ധം? അത് ഞാൻ പോലീസിനെ പേടിച്ചിട്ടാ ഇവിടെ വന്ന. പോലീസ് പിടിക്കാതിരിക്കാൻ ഇവരുടെ ഹോസ്റ്റലില് ആരും കാണാതെ ഞാൻ താമസിച്ചോണ്ടിരുന്നത്. പിന്നെ ഇവരെല്ലാരും കൂടി ഇങ്ങോട്ട് പോന്നപ്പോ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന. ഇയാളും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇയാളെന്തിനാ പോലീസിനെ പേടിച്ച് നടക്കുന്ന? അല്ല, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയും. ഒരു ഏട്ടനോടും ചേച്ചിയോടും പറയുന്നത് പോലെ തനിക്ക് ഞങ്ങളെ വിശ്വസിച്ചെല്ലാം പറയാം. ഗൗതമേട്ട, അത് പിന്നെ ഇനിയിപ്പോ ഇതെന്തിനാ നമ്മൾ ഒളിച്ചു വെക്കുന്നേ? നമ്മുടെ പ്രശ്നം ആരെങ്കിലും ഒരാൾ അറിയണ്ടേ? നിങ്ങളുടെ പ്രശ്നം ധൈര്യമായിട്ട് ഞങ്ങളോട് പറയാം. പറഞ്ഞോളൂ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവനെ അറിയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് വെറുതെയാ.
തെറ്റിദ്ധരിച്ച അവര് ഗൗതമേട്ടനെ അറ്റാക്ക് ചെയ്ത. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാ ഞാൻ അവിടെ വന്ന് നിങ്ങളെ രക്ഷിച്ച. താൻ ചെയ്തത് വലിയ അപരാധമൊന്നും അല്ലല്ലോ. അതിന്റെ പേരിൽ നിങ്ങൾ ഇയാൾക്ക് അഭയം കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെട്ട സുഹൃത്തിനെയാണോ നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചത്? അഭയം തേടി വരുന്നവനെ ഇറക്കി വിടുന്നതാണ് തെറ്റ്. ഇവനിവിടെയുള്ള കാര്യം മുത്തശ്ശനോ ഒപ്പോളോ അറിഞ്ഞ പ്രശ്നമാവില്ലേ? അതുകൊണ്ടാ ഇറക്കി വിടാൻ ശ്രമിച്ചത്. തൽക്കാലം ഈ കാര്യം അവരോട് പറയാൻ നിൽക്കണ്ട. ഇതൊക്കെ അവരെ വിശ്വസിപ്പിക്കാൻ പ്രയാസമായിരിക്കും. ഈ ഒരു രാത്രിയില് എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചാൽ മതി. നാളെ നേരം പുലരുമ്പോ തന്നെ ഞാൻ എങ്ങോട്ടേലും പൊക്കോളാം. പോകാൻ ഒരിടവും ഇല്ലാത്തതല്ല നിനക്ക്. എവിടെ പോവാനാ? ഇന്നൊരു രാത്രിയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങും. താമ ആരവിന്റെ കാര്യം പ്രശ്നമാവോ? ഇപ്പോഴേ എനിക്ക് ടെൻഷനായി തുടങ്ങി. എന്തിനാ ടെൻഷനാവുന്നത്? നിങ്ങളുടെ കൂടെ ഞാനും ഗൗതവും ഉണ്ട്. ഒരു പേടിയും വേണ്ട.